തൃശൂർ നഗരത്തിലെ പുലിക്കളി പുതുതലമുറയും സ്ത്രീകളും ഏറ്റെടുത്തു കഴിഞ്ഞതായി മേയർ എം.കെ. വർഗീസ് പുലിമടകൾ സന്ദർശിച്ച ശേഷം ടി.സി.വിയോട് സംസാരിക്കുകയായിരുന്നു മേയർ. പുലിക്കളിക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞതായും മേയർ പറഞ്ഞു. ഓണം വന്നാൽ പുലിക്കളി നിർബന്ധം. അതിൻ്റെ ഭാഗമായിട്ടാണ് കാലങ്ങളായിട്ട് ഓണം വരുമ്പോൾ നാലോണത്തിൻ്റെ അന്ന് ഇതുപോലെയുള്ള പുലിക്കളി വളരെ ഗംഭീരമായി നടത്തുന്ന ഒരു സംസ്കാരമുള്ള നാടാണ് തൃശ്ശൂർ. ആ സംസ്കാരത്തിൻ്റെ പിന്നിൽ നാളിതുവരെ പഴയ തലമുറ കൊണ്ടുവന്നതുപോലെ തന്നെ പുതിയ തലമുറ അത് ഏറ്റെടുത്തിരിക്കുക. പുതിയ തലമുറ കാലങ്ങളായി ഞാൻ ഏകദേശം 4-5 സ്ഥലത്ത് പോയപ്പോൾ കണ്ട ഒരു പ്രത്യേകത, പുതിയ തലമുറ ഇതിലേക്ക് വരുന്നു, വനിതകൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ പല മാറ്റങ്ങളും വരുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അന്യം നിന്ന് പോകാതെ നമ്മുടെ ഈ കാലങ്ങളായി നിലനിൽക്കുന്ന തൃശ്ശൂരിൻ്റെ തനിമയായ പുലിക്കളി നിലനിൽക്കും എന്നെനിക്ക് ബോധ്യപ്പെട്ടു. നമുക്ക് പരമാവധി പറ്റാവുന്ന എല്ലാ സഹായവും കോർപ്പറേഷൻ ഇവർക്ക് ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിൻ്റെ ആവേശമായി പുലിക്കളി 5 മണിക്ക് ഇന്ന് 5 മണിക്ക് സ്വരാജ് റൗണ്ട് നിറയും. 350 പുലികൾ ഇറങ്ങി ഭംഗിയാക്കി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നമ്മളെല്ലാം ഇന്ന് സ്വരാജ് റൗണ്ട് ഇവർക്ക് കൊടുക്കുക, ഞാൻ അങ്ങ് ഏറ്റെടുക്കുക, പടയ്ക്കും നമ്മൾ. ജനലക്ഷങ്ങളാണ് റൗണ്ടിൽ ഒത്തുകൂടുക. ഇപ്പൊ തന്നെ ആളുകൾ കെട്ടിടം തന്നെ കൈയടക്കിയിട്ടുണ്ട്. എന്തായാലും പുലിക്കളി എന്നത് എല്ലാവർക്കും ആവേശം നൽകും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. മേയർ പറഞ്ഞതുപോലെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം.